ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ലൈനിങ് ചുരിദാർ ടോപ്പാണ്. ഇതൊരു ഈസി മെത്തേഡാണ്, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഈസി മെത്തേഡാണ്. ഇതാണ് ഇതിൻ്റെ തുണി, ഇതാണ് ലൈനിങ്. ആദ്യം ഞാൻ ലൈനിങ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ലൈനിങ് തുണി 4ആയിട്ട് മടക്കി, അതിനുശേഷം ഞാൻ എൻ്റെ മെഷർമെൻറ്റ്സ് ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇത് ഡ്രാഫ്റ്റ് ചെയ്യേണ്ട വിധം ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ലൈനിങ് തുണി കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മളുടെ മെയിൻ തുണിയേക്കാളും 1 ഇഞ്ചോ 2 ഇഞ്ചോ നീളം കുറവ്, താഴത്തേക്കുള്ള നീളം 1 ഇഞ്ചോ 2 ഇഞ്ചോ കുറവ് എടുക്കണം ലൈനിങ് തുണി. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പാനലും ബാക്ക് പാനലും സെപ്പറേറ്റ് ചെയ്യുക. അതിനുശേഷം ഫ്രണ്ട് പാനലിൻ്റെ കൈക്കുഴി ഒന്നും കൂടി കുഴിച്ചിട്ടേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് കൈക്കുഴിയുടെ കർവിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒരു കർവ് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളുടെ ഷോൾഡർ ലൈനോ ചെസ്റ്റ് ലൈനോ കട്ടാവാതെ ജസ്റ്റ് ആ കർവിൻ്റെ അവിടെ മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ഫ്രണ്ട് കഴുത്ത് താഴത്തേക്ക് 5.5 ഇഞ്ച് നീളം എടുത്ത് അടയാളപ്പെടുത്തി, വീതി 3.5 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ കഴുത്ത് വെട്ടിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്ക് കഴുത്തും വെട്ടിയെടുക്കാം. ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാം. സ്ലീവ്സ് ഞാൻ ആദ്യം ലൈനിങ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ താഴത്തേക്ക് 16 ഇഞ്ച് നീളത്തിലുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത്. തുണി 4ആയിട്ട് മടക്കിയതിന് ശേഷം കൈക്കുഴി നമ്മൾ റൗണ്ടിൽ മെഷർ ചെയ്തിട്ട് അതിൻ്റെ പകുതി, ഞാനിവിടെ 9 എടുത്തിരിക്കുന്നത്. 9 നമ്മൾ മടക്കിയ ഭാഗത്ത് നിന്ന് 9 ഇഞ്ച് എടുത്തിട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം താഴേക്ക് 3 ഇഞ്ച് എടുത്ത് താഴേക്ക് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഒരു കർവ് വരച്ചു കൊടുക്കുക. ഇതേ ഷേപ്പിലൊരു കർവ് വരച്ചു കൊടുക്കാം. അതിനുശേഷം താഴേക്ക് നിങ്ങളുടെ കൈയിൻ്റെ താഴ്വട്ടം അളന്നതിന് ശേഷം അതിൻ്റെ പകുതി, ഞാനിവിടെ 6 എടുത്തിരിക്കുന്നത്, 6 എടുത്ത് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കാം. അതിനുശേഷം തയ്ക്കാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് 1 ഇഞ്ചോളം എടുത്തിട്ട് എക്സ്ട്രാ എടുത്ത് വരച്ച് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള കൈക്കുഴിയുമായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു കർവ് ഇതുപോലെ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് ഭാഗത്തിന് വേണ്ടിയിട്ട് ആയതുകൊണ്ട് ഇതുപോലെ തുണി നിവർത്തി ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഇത് 2 സൈഡിലേക്കുള്ള ഫ്രണ്ടിൻ്റെ കൈക്കുഴിയുടെ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യണം. ഇനി ചെയ്യേണ്ടത് നമ്മളുടെ ചുരിദാറിൻ്റെ തുണിയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് തുണിയും തമ്മിൽ
നല്ല ഭാഗങ്ങൾ തമ്മിൽ ഫേസ് ചെയ്യുന്ന രീതിയിൽ ചേർത്ത് വെച്ചിട്ട് നെക്ക് ലൈൻ സ്റ്റിച്ച് ചെയ്യാം. ലൈനിങ്ങിൻ്റെ നല്ല ഭാഗവും നമ്മുടെ തുണിയുടെ നല്ല ഭാഗവും തമ്മിൽ ഫേസ് ചെയ്യുന്ന രീതിയിൽ വെക്കണം. അതിനുശേഷം മെയിൻ തുണിയുടെ നെക്ക് കട്ട് ചെയ്യണം. നെക്ക് കട്ട് ചെയ്യുമ്പോൾ ലൈനിങ് തുണി കട്ടാവാതെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ലൈനിൻ്റെ മുകളിലായിട്ട് ചെറിയ ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കാം. കട്ടിങ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ സ്റ്റിച്ച് ചെയ്ത ലൈൻ ക്രോസ് ചെയ്യാതെ കട്ട് ചെയ്യണം. ഇനി ലൈനിങ് തുണി ഉള്ളിലേക്ക് മറിച്ചിട്ട് നമ്മുടെ മെയിൻ തുണിയുടെ നല്ല ഭാഗം പുറത്തേക്ക് വരുന്ന വിധം ലൈനിങ് തുണി പിന്നിലേക്ക് മറിച്ചിട്ടിട്ട് നന്നായി പ്രസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അയൺ ചെയ്യാം. അയൺ ചെയ്തിട്ട് അതിൻ്റെ അടിച്ചിൽ കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കൈക്കുഴിയുടെ ഭാഗവും ബോഡിയുടെ ഭാഗവും ലൈനിങ്ങും മെയിൻ തുണിയും തമ്മിൽ അറ്റാച്ച് ചെയ്യണം. നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യണതിൻ്റെ മുന്നേ ആയിട്ട് ലൈനിങ്ങിൻ്റെ ഏറ്റവും താഴെ ഭാഗം ഇതുപോലെ മടക്കി തയ്ച്ചു കൊടുക്കാം. അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ മെയിൻ തുണി കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് പാനലും സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്ക് പാനലും ഫ്രണ്ട് പാനലും കൂടിയിട്ട് അറ്റാച്ച് ചെയ്യാം. ബാക്ക് പാനലിൻ്റെ നല്ല ഭാഗവും ഫ്രണ്ട് പാനലിൻ്റെ നല്ല ഭാഗവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം.
അതിനുശേഷം നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം. സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് സ്ലീവ്സിൻ്റെ ലൈനിങ്ങും മെയിൻ തുണിയും തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഷോൾഡർ അറ്റാച്ച് ചെയ്തതിൻ്റെ ഭാഗത്ത് സ്ലീവ്സിൻ്റെ സെൻറ്റർ വരുന്ന വിധം കൈ സ്ലീവ്സും ടോപ്പും തമ്മിൽ അറ്റാച്ച് ചെയ്യാം. രണ്ട് നല്ല ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ തയ്ക്കാം. ഇതുപോലെ രണ്ട് ഭാഗത്ത് സ്ലീവ്സും അറ്റാച്ച് ചെയ്യാം. അതിനുശേഷം രണ്ട് സൈഡ്സും കൂട്ടി യോജിപ്പിച്ചിട്ട് തയ്ക്കാം. സ്ലിറ്റ് എവിടെ വരെയാണോ വേണ്ടത് അതുവരെ കൂട്ടി യോജിപ്പിച്ച് തയ്ക്കാം. അതിനുശേഷം സ്ലിറ്റ് തയ്ക്കാം. താഴെ ഭാഗത്ത് നിന്ന് തുടങ്ങി മറ്റേ വശത്തെ സ്ലിറ്റ് വരെ ഇതുപോലെ തയ്ച്ചു കൊടുക്കാം. ഇങ്ങനെ രണ്ട് സ്ലിറ്റും സ്റ്റിച്ച് ചെയ്യാം.